നമസ്കാരം. മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 22 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. രോഗശാന്തി ലഭിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ദമ്പതികൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ദിവസമാണിത്. അനാവശ്യമായ ഉത്കണ്ഠകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. സുഹൃത്തുക്കളുമായി അനാവശ്യമായ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കുടുംബത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാം. താൽക്കാലികമായി ധനക്ലേശം അനുഭവപ്പെടാം. സ്വത്ത് തർക്കങ്ങളിൽ കോടതി വിധി പ്രതികൂലമായി വരാൻ സാധ്യത കാണുന്നു. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സഹോദര ബന്ധങ്ങൾ ദൃഢമാകുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ ലഭ്യമാകും. വളരെ കാലമായി നിലനിന്നിരുന്ന കേസിൽ വിജയം കൈവരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകും. വരുമാനത്തിന്റെ കാര്യത്തിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അന്യബന്ധങ്ങൾ ശക്തമാകുവാൻ ഇടയുണ്ട്. കൃഷി, ഭൂമിലാഭം, ബിസിനസ്സിൽ പുരോഗതി എന്നിവ ഫലമായി വരാം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വളരെ കാലമായി നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ലഭിക്കുവാൻ യോഗമുണ്ട്. തൊഴിൽ രഹിതർക്ക് അർഹമായ തൊഴിൽ ലഭിക്കാൻ സാധ്യത കാണുന്നു. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽപരമായും മാനസികമായും ക്ലേശങ്ങൾ വർദ്ധിക്കും. കൃഷി, പക്ഷി, മൃഗാദികളുടെ ബിസിനസ് നടത്തുന്നവർക്ക് നഷ്ടമുണ്ടാവുകയോ അവയിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവപ്പെടുകയോ ചെയ്യാം. ബന്ധുജന കലഹത്തിന് സാധ്യത കാണുന്നു. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽ വിജയം, സാമ്പത്തിക നേട്ടം, ഭാര്യാഭർത്തൃ ഐക്യം, ബന്ധുജന സമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും. സുതാര്യമായ അവതരണ ശൈലിയിലൂടെ എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റും. അപവാദ പ്രചാരങ്ങൾ നിഷ്ഫലമാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷവും കുടുംബ സൗഖ്യവും ഉണ്ടാകും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മാനസിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽ ക്ലേശങ്ങൾ, രോഗാതി ദുരിതങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പങ്കാളി, സന്താനങ്ങൾ എന്നിവരുമായി കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായേക്കാം. ധനനഷ്ടത്തിനും അപമാനത്തിനും സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകർ മൂലം പ്രശ്നങ്ങൾ വരാനും അത് പിന്നീട് കേസ് വഴക്കുകളിലേക്ക് ചെന്നെത്താനും സാധ്യതയുണ്ട്. സ്വന്തമായോ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. പേരും പ്രശസ്തിയും ലഭിക്കുവാനും പാരിതോഷികങ്ങൾ കരസ്ഥമാക്കുവാനും അവസരം ലഭിക്കും. വാഹനം മൂലം ഗുണാനുഭവങ്ങൾ, ഭക്ഷണസുഖം എന്നിവ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.